തൃശ്ശൂരിലെ കൊരട്ടി മാതാവിന് ടി എൻ പ്രതാപൻ വാഴക്കുല കാഴ്ചവെച്ചത് ഇത്തവണയും തന്നെ MP ആയി നിർത്തരുതേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടായിരുന്നു. അത് ഫലിച്ചു. ടി എൻ പ്രതാപന് പകരം അവസാന നിമിഷം കെ മുരളീധരൻ വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് എഴുന്നള്ളി സ്ഥാനാർത്ഥിയായി. പക്ഷെ ഫലം വന്നപ്പോൾ തലയിൽ മുണ്ടുമിട്ട് മുരളിക്ക് വീട്ടിലേക്ക് ഓടേണ്ടി വന്നു. ആരാ കാരണം? BJP. അപ്പോൾ കെ മുരളീധരനിട്ട് കോൺഗ്രസിൽ പാരപണിതാരാണ്? അതൊക്കെ പഴയ കാര്യമെന്ന് പറഞ്ഞ് കളയാൻ വരട്ടെ. ഒരു വൻ സ്ഫോടനത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ് തൃശ്ശൂരിലെ കോൺഗ്രസ്. ഒരുപക്ഷെ വയനാട്ടിലെയും ചേലക്കരയിലെയും പാലക്കാട്ടെയും ഉപതെരഞ്ഞെടുപ്പുകളിൽ ആ സ്ഫോടനത്തിൻ്റെ ശക്തി ചെന്നെത്തും. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പെങ്കിൽ അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ആരാണിപ്പോൾ തൃശ്ശൂരിലെ BJPയുടെ ചാരൻ? അത് കണ്ടെത്താൻ പരക്കം പായുകയാണ് കോൺഗ്രസ്സുകാർ. സുരേഷ് ഗോപിയുടെ താരപ്രഭ കണ്ടിനിയും കണ്ണുമങ്ങുന്ന കോൺഗ്രസ്സുകാർ തൃശ്ശൂരുണ്ടെന്നാണ് ഇപ്പോൾ പാർട്ടി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തുന്നത്. അപ്പോൾ ഒരു സംശയം, താങ്കളാണോ ടി എൻ പ്രതാപൻ തൃശ്ശൂരിലെ കോൺഗ്രസ് ചാരൻ? പാർട്ടി വിട്ട പത്മജയുമായി താങ്കൾക്കുള്ള ബന്ധം എന്താണ്? ലീഡറുടെ മകൾ പാർട്ടി വിട്ട് എന്നേ പോയി, മകൻ താങ്കൾക്കൊപ്പമായിരുന്നു. അപ്പോൾ താങ്കൾ ആർക്കൊപ്പമാണ് ആയിരുന്നു? ഇന്നല്ലെങ്കിൽ നാളെ താങ്കൾക്കത് പറയേണ്ടി വരും. താങ്കൾ ഒറ്റയാൾ ഉണ്ടാക്കി വെച്ച പൊട്ടലും ചീറ്റലുമാണ് തൃശ്ശൂരിൽ ഇപ്പോൾ വൻ പൊട്ടിത്തെറിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതാണ് കെ മുരളീധരൻ പറയുന്നത്, രാജിവെച്ച DCC ഭാരവാഹികളും പറയുന്നത്. തെളിയിക്കാൻ താങ്കളുടെ പക്കൽ എന്തുണ്ടെന്നാണ് ചോദ്യം. എന്തായാലും ഇത്തവണ മുരളീധരന് വേണ്ടി എല്ലാം ഒഴിഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ പണിയരുതായിരുന്നു എന്നാണ് തൃശ്ശൂർ പറയുന്നത്. അവസാനം കെ മുരളീധരൻ ചോദിച്ച ചെലവ് പിരിവ് കണക്കുകളും കൊടുക്കാതെ താങ്കൾ കാണിച്ച ആ പണിയുണ്ടല്ലോ, അത് മറക്കില്ലെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. താങ്കൾ കാരണം രാഷ്ട്രീയ ഭാവി വരെ അടച്ചു പൂട്ടിക്കെട്ടി ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ് കെ മുരളീധരൻ. താങ്കൾക്ക് എങ്ങനെ മനസ്സമാധാനത്തോടെ ഇപ്പോഴും കോൺഗ്രസിൽ കഴിയാൻ സാധിക്കും എന്നാണ് ചോദ്യം. താങ്കളും പത്മജിയുടെ വഴിയെ വിടുന്നതാകും നല്ലത്. കോൺഗ്രസിലെ പരാജയവും അതേ തുടർന്നുണ്ടായ പൊട്ടിത്തെറികൾക്ക് ശേഷം പോസ്റ്റർ പ്രതിഷേധമാണ് ആദ്യം ഉയർന്നു വന്നത്. തൃശ്ശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരനെതിരെയും അനുകൂലിച്ചുമായിരുന്ന പോസ്റ്ററെങ്കിൽ ഇപ്പോൾ ടി എൻ പ്രതാപനെതിരെയാണ് പോസ്റ്ററുകൾ നിരക്കുന്നത്. കോൺഗ്രസിലെ തകർച്ച തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ കെ മുരളീധരൻ ടി എൻ പ്രതാപനെ പേരെടുത്ത് രൂക്ഷമായി വിമർശിച്ചിരുന്നു. കണക്ക് എവിടെയെന്ന് പലവട്ടം ചോദിച്ചിട്ടും പ്രതാപൻ മുരളിക്ക് കണക്ക് കൊടുത്തില്ല. താനാരാ കണക്ക് ചോദിക്കാനെന്നായിരുന്നു പ്രതാപൻ്റെ മറുചോദ്യം. പണം മുടക്കി മുരളിക്കില്ലാതെ അത് ചോദിക്കാൻ മറ്റാർക്ക് പറ്റുമെന്ന് മുരളിക്ക് അങ്ങോട്ട് ചോദിക്കാനും പറ്റിയില്ല. സാമ്പത്തികമായി പ്രതാപന് ആർത്തിയാണെന്നാണ് മുരളീധരൻ ആദ്യമൊക്കെ പറഞ്ഞത്. ഇപ്പോഴിതാ രൂക്ഷ വിമർശനവുമായി ടി എൻ പ്രതാപനെതിരെ പോസ്റ്ററുകൾ ഇറങ്ങിയിരിക്കുന്നു. പിന്നിൽ ആരായിരിക്കും? പാർട്ടിയെ ഒറ്റുകൊടുത്ത RSS സംഘപരിവാർ ഏജന്റാണ് ടി എൻ പ്രതാപനെന്നും പാർട്ടിയെയും പാർട്ടി പ്രവർത്തകരെയും പ്രതാപൻ വഞ്ചിച്ചുവെന്നും കൂടെ നിന്ന് പാർട്ടിയെ ചതിച്ചുവെന്നുമുള്ള കാര്യങ്ങളാണ് പോസ്റ്ററിൽ. എന്തായാലും രൂക്ഷ വിമർശനം തന്നെയാണ് പ്രതാപനെതിരെ ഇപ്പോൾ പോസ്റ്ററിൽ ഉന്നയിച്ചിരിക്കുന്നത്. പ്രതാപനെതിരെ അച്ചടക്ക നടപടി അത്യാവശ്യമെന്ന ആവശ്യവും പ്രവർത്തകർ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. RSS സംഘപരിവാർ ഏജന്റായ ടി എൻ പ്രതാപനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കണമെന്നും പ്രതാപൻ തൃശ്ശൂർ കോൺഗ്രസിന്റെ ശാപമെന്നും പോസ്റ്ററുകൾ നിരക്കുന്നു. ഇത്തവണ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസ് വോട്ടുകൾ BJPക്ക് വലിയ തോതിൽ മറിഞ്ഞു. ഫലം വന്നപ്പോൾ ക്രൈസ്തവ വോട്ടുകൾ കൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു കയറി എന്നായി വിലയിരുത്തലുകൾ. പക്ഷേ കെ മുരളീധരന് കിട്ടേണ്ട വോട്ടുകൾ എങ്ങോട്ട് പോയി? അതിനി ഉത്തരം പറയേണ്ടി വരും.